ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് WH ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണല്ലേ. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഈസ്, ആറ്, ആമ്, അതുപോലെ തന്നെ വാസ്, വേർ, ഡു, ഡസ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡായിരുന്നു. ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? WH ക്വസ്റ്റ്യൻ, അതായത് വാട്ട്, വേർ, വെന്ന്, വിച്ച്, ഹൂ ഇതൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അല്ലേ. ഇത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്ക് സിമ്പിളാണ്. നമ്മൾ പഠിച്ച ഈസോ, ആറോ, ആമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഫസ്റ്റിൽ നമ്മൾ WH ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, നീ ആരാണ്, നീ ആരാണ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. നീ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആയോ ആണ്. അപ്പം നീ ആരാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഹൂ ആർ യു, ഹൂ ആർ യു അല്ലേ. നീ ആരാണ്, ഹൂ ആർ യു. ഇനി അവൾ ആരാണ് എന്നിങ്ങനെ ചോദിക്കാം. ഹൂ ഈസ് ഷീ, ഹൂ ഈസ് ഷീ, അവൾ ആരാണ്. നെക്സ്റ്റ്, നമ്മൾ ഒരുപാട് ആൾക്കാരെ കൂട്ടത്തിലിരിക്കുകയാണ്. അപ്പം അതിൽ നമ്മൾ അതുല്യ എന്ന് പറഞ്ഞൊരു കുട്ടിയെ കാണണം. അതിനുവേണ്ടി നമ്മൾ ചോദിക്കണം, ആരാണ് അതുല്യ, ആരാണ് അതുല്യ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായി കിട്ടും. ആരാണ് അതുല്യ എന്നെങ്ങനെ ചോദിക്കുക? ആരാണ് അവൾ, ആരാണ് അവൻ എന്നൊക്കെ ചോദിച്ചു. ഇതിൽ അതുല്യ എന്ന് പറഞ്ഞത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഹൂ ഈസ് അതുല്യ, ഹൂ ഈസ് അതുല്യ, ആരാണ് അതുല്യ. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ്, നമ്മളിപ്പം ഈസും ആറും ആമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹൂ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തു. ആരാണ് എപ്പോഴും അവിടെ പോകാറ്, ആരാണ് എപ്പോഴും അവിടെ പോകാറ്, അതിന് പതിവ് ആർക്കാ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഡൂൺ ഡസുമാണ് യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാറല്ലേ. ആരാണ് എപ്പോഴും അവിടെ പോകാറ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ WH ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ആണ്. ഹൂ ഓൾവൈസ്, എപ്പോഴും. അപ്പം ഹൂ ഓൾവൈസ്. ഇനി നമുക്ക് പോവുക എന്നുള്ളതിന് ഗോ ആണല്ലേ. അപ്പോൾ ഇവിടെ പോകാറ് പതിവാണ് ചോദിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ഗോസ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഗോക്ക് ഒരു എസ് ആഡ് ചെയ്തുകൊണ്ട് ഗോസ്. എന്തുകൊണ്ടാണ് ഇവിടെ എസ് വന്നത് നമുക്കറിയാം. ഓക്സിലറി അവിടെ ഒളിഞ്ഞ് കിടപ്പുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഗോസ് എന്ന് യൂസ് ചെയ്തപ്പം ഹൂ ഓൾവേസ് ഗോസ് ദർ, ആരാണ് എപ്പോഴും അവിടെ പോകാറ്. ഓക്കെ, നെക്സ്റ്റ്, ആരാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്, ആരാണ് ഇംഗ്ലീഷ് വായിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇംഗ്ലീഷ് വായിക്കാറ് ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഹൂ റീഡ്സ് ഇംഗ്ലീഷ്, ഹൂ റീഡ്സ് ഇംഗ്ലീഷ്, ആരാണ് ഇംഗ്ലീഷ് വായിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇംഗ്ലീഷ് വായിക്കാറ്. ഓക്കെ, നെക്സ്റ്റ്, ആരാണ് ദിവസവും ഇംഗ്ലീഷ് എഴുതാറ്. ആരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹൂ ആണ്. എഴുതുക റൈറ്റ്സ് എന്നാണ്, എഴുതാറ് എന്നാണ്. സോ ഹൂ റൈറ്റ്സ് ഇംഗ്ലീഷ് ഡെയിലി, ആരാണ് ദിവസവും ഇംഗ്ലീഷ് എഴുതാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസ്, ആറ്, ആമ് അതുപോലെ തന്നെ ഇവിടെ ഡസ് യൂസ് ചെയ്തുകൊണ്ടും ഒക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഡസ്സിനെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രം. അതാണ് എസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെർബിൻ്റെ കൂടെ. ഓൾറെഡി നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്. ഇനി നമ്മൾ പാസ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആരാണ് വാതിൽ തുറന്നത്, ആരാണ് വാതിൽ തുറന്നത്, തുറന്നു കഴിഞ്ഞു. അപ്പോൾ ആരാണ് വാതിൽ തുറന്നിട്ടത് അല്ലെങ്കിൽ ആരാണ് വാതിൽ തുറന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. ആരാണ് വാതിൽ തുറന്നത് പാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെ ചോദിക്കണം? ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ വന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഡിഡൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഹൂ, തുറക്കുക എന്നുള്ളതിന് ഓപ്പൺ ആണല്ലേ. അപ്പോൾ തുറന്നത് എന്നാക്കുമ്പോൾ ഓപ്പൺഡ് എന്നാവും. അപ്പോൾ ഹൂ ഓപ്പൺ ദ ഡോർ, ഹൂ ഓപ്പൺ ഡോർ, ഹൂ ഓപ്പൺ ദ ഡോർ, ആരാണ് വാതിൽ തുറന്നത്. ആ ED ഫോം അവിടെ വന്നത് കൊണ്ട് അവിടെ ഡിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഹൂ ഓപ്പൺ ദ ഡോർ, ആരാണ് വാതിൽ തുറന്നത്. ഓക്കെ, ആരാണ് നിന്നെ വിളിച്ചത്, ആരാണ് നിന്നെ വിളിച്ചത്. ഇവിടെയും പറയുന്നത് എന്താണ്? പാസ്റ്റ് ആണ് അല്ലേ. വിളിച്ചത് എന്നാണ്. അപ്പോൾ ആരാണ്? ഹൂ, വിളിക്കുക കോളാണ്. വിളിച്ചത് എന്ന് പറയുമ്പോൾ കോൾഡ് ആണ്. ഹൂ കോൾഡ് യു, ഹൂ കോൾഡ് യു, ആരാണ് നിന്നെ വിളിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കണം, ആരാണ് ആ റൂമിൽ ഉറങ്ങുന്നത്, ആരാണ് ആ റൂമിൽ ഉറങ്ങുന്നത്. കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഹൂ സ്ലീപ്സ്,
ഉറങ്ങുന്നത് അല്ലേ? അവിടെ നമുക്ക് നമ്മുടെ ആരാണ് അവിടെ ഉറങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ്. അവിടെ നമുക്ക് രണ്ട് രീതിക്കും ചോദിക്കാൻ പറ്റും. ഹൂ സ്ലീപ്സ് ഇൻ ദാറ്റ് റൂം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആരാണ് ആ റൂമിൽ ഉറങ്ങുന്നത്, ഹൂ ഈസ് സ്ലീപ്പിംഗ് ഇൻ ദാറ്റ് റൂം എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നൊരു പ്രവൃത്തി അതുകൊണ്ട് നമുക്കവിടെ ഹൂ ഈസ് സ്ലീപ്പിംഗ് ഇൻ ദാറ്റ് റൂം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആരാണ് ആ റൂമിൽ ഉറങ്ങാറ് അല്ലെങ്കിൽ ഉറങ്ങുന്നത് എന്ന് ഡ്രസ്സും ഈസും യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്നതാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഹൂ സ്ലീപ്സ് ഇൻ ദാറ്റ് റൂം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹൂ ഈസ് ഇൻ ദാറ്റ് റൂം എന്ന്, ഹൂ ഈസ് സ്ലീപ്പിംഗ് ഇൻ ദാറ്റ് റൂം എന്ന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആരാണ് ഇന്നിവിടെ വരുന്നത്, ആരാണ് ഇന്നിവിടെ വരുന്നത് എന്നെങ്ങനെ ചോദിക്കുക? ആരാണ്, ഹു ഈസ്, വരിക കമ്മാണ്, അപ്പോൾ വരുന്നത് കമ്മിങ് ആണ്. അപ്പം ഹു ഈസ് കമ്മിങ് ഹിയർ ടു, ഹു ഈസ് കമ്മിങ് ഹിയർ ടുഡേ, ആരാണ് ഇന്നിവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കുന്നത് ആർക്കാണ് പനിയുള്ളത്, ആരാണ് ആർക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ സെയിം ആണ്. ആർക്കാണ് പനി ഉള്ളത്, ഉള്ളത് എന്നാണ് ഇവിടെ വേണ്ടത്. അപ്പം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹു ഹാസ് ആണ് അല്ലേ? ഹു ഹാസ് എ ഫീവർ, ഹു ഹാസ് എ ഫീവർ, ആർക്കാണ് പനിയുള്ളത്. ഇവിടെ സിംഗുലർ പ്ലൂറൽ എന്നില്ല കേട്ടോ, ഉണ്ട്, പക്ഷെ അത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ആർക്കാണ് പനിയുള്ളത് എന്നാണ് നമ്മൾ ഇതിലൊരാളാണ് വേണ്ടത്, കാരണം ഒരു കൂട്ടായിട്ട് നിൽക്കുന്ന ഒരാളോട് ചോദിക്കണം ആർക്കാണ് പനിയുള്ളത്. അപ്പം എങ്ങനെ ചോദിക്കണം? ആർക്കാണ് പനിയുള്ളത്? ഹു ഹാസ് എ ഫീവർ, ഹു ഹാസ് എ ഫീവർ, ആർക്കാണ് പനിയുള്ളത്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. ആരുടെ കയ്യിലാണ് ഡിക്ഷണറി ഉള്ളത്, അല്ലെങ്കിൽ ആരടുത്താണ് ഡിക്ഷണറി ഉള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് ഡിക്ഷണറി ഉള്ളത്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് ആരുടെ കയ്യിലാണ് ഡിക്ഷണറി ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് എന്നാണ്. അപ്പോൾ ആർക്കെന്ന് പറയാൻ വേണ്ടി നമുക്കറിയാം, ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം. ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ ആളാണ്, സിംഗുലറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു കൂട്ടത്തിൽ നിന്ന് ആരുടെ കയ്യിലാണ് ഡിക്ഷണറി ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഒരാളായിട്ടാണ് നമ്മൾ കണക്കാക്കുക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും? ആരുടെ കയ്യിലാണ് ഡിക്ഷണറി ഉള്ളത് അല്ലെങ്കിൽ ആർക്കാണ് ഡിക്ഷണറി ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹൂ, അതായത് WH ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ പാർട്ടായ ഹൂ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഞാൻ തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് അറിയിക്കുക. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ കഴിയില്ല എന്നെങ്കിലും അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.